എല്ലാവർക്കും നമസ്കാരം. രോഹിണി നക്ഷത്രം. ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ മിക്കവാറും കൃശഗാത്രരായിരിക്കും. പൊക്കം കുറഞ്ഞ് തടിച്ച മാംസള ശരീരക്കാരും ഇക്കൂട്ടത്തിലുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നു. അതല്ല, അവരുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതിവശാൽ ഉണ്ടാകുന്ന അപൂർവ ലക്ഷണങ്ങളായിരിക്കും. ഏതായാലും ഇവരുടെ കണ്ണുകൾക്ക് പ്രത്യേകമായൊരു ആകർഷണവും വശ്യതയും ഉണ്ട്. സൗന്ദര്യശാലികളായ ഇവർക്ക് അന്യരെ ആകർഷിക്കത്തക്ക ഒരു വശീകരണ ശക്തിയും ഉണ്ടായിരിക്കും. നിസാര കാര്യങ്ങളാൽ ക്ഷോഭിക്കുന്ന സ്വഭാവമാണ് ഇവർക്കുള്ളത്. അതിയായ അഭിമാനശീലവും അധികാര സ്വഭാവവും ഇവർക്കുണ്ടായിരിക്കും. ഇവരുടെ മനസ്സിന് എപ്പോഴെങ്കിലും ക്ഷോഭമുണ്ടായാൽ അത് വളരെ പെട്ടെന്ന് അടങ്ങുകയില്ല. അതുപോലെ തന്നെ അപ്പോഴെടുത്ത തീരുമാനത്തിൽ നിന്ന് വ്യതിചലിക്കാനും പ്രയാസമാണ്. വേറൊരാളുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കാൻ ഇവർക്ക് അസാമാന്യമായ വാസനയുണ്ടായിരിക്കും. ധാരണാശക്തി കൂടിയിരിക്കും. എന്നാൽ സ്ഥിരമായ ഒരു ലക്ഷ്യത്തെ മുൻനിർത്തി പ്രവർത്തിക്കുവാൻ ഇവർക്ക് അപ്രാപ്തമായാണ് കണ്ടുവരുന്നത്. ബുദ്ധിയേക്കാൾ ഹൃദയമാണ് ഇവരുടെ എല്ലാ കാര്യങ്ങളെയും ഭരിക്കുന്നത്. സ്നേഹം തോന്നിയാൽ എന്തും ചെയ്യുമെന്നതുപോലെ വിരോധമുണ്ടായാൽ എന്തുപദ്രവങ്ങൾ ചെയ്യാനും ഇവർക്ക് മടിയില്ല. സ്വന്തം കഴിവിനെപ്പറ്റി ഇവർക്ക് വലിയ മതിപ്പാണ് ഉള്ളത്. ഈ നക്ഷത്രക്കാർ പ്രായേണ സത്യത്തെ വളരെ ബഹുമാനിക്കുന്നവരായിരിക്കും. നിവൃത്തിയുള്ളിടത്തോളം സത്യമായും ആത്മാർത്ഥമായും പെരുമാറുന്ന സ്വഭാവമാണ് ഇവർക്കുള്ളത്. സഹനശക്തിയിലും ക്ഷമാശീലത്തിലും ഇവർ വളരെ പിന്നോക്കം നിൽക്കും. സമത്വ നിലയിൽ കവിഞ്ഞ് അന്യരോട് പെരുമാറുക എന്നത് രോഹിണി നക്ഷത്രക്കാർക്ക് വളരെ പ്രയാസമുള്ള കാര്യമാണ്. പല വിഷയങ്ങളെക്കുറിച്ചും അറിവ് സമ്പാദിക്കുവാൻ ഇവർക്ക് വിരുതുണ്ടായിരിക്കും. പക്ഷേ അത്തരം കഴിവുകൾക്കൊന്നിനും തന്നെ ഒരടുക്കും ചിട്ടയും ഉണ്ടായിരിക്കില്ലെന്ന് മാത്രം. ജീവിതരംഗം പല വിധത്തിലും പരിവർത്തനങ്ങൾക്ക് ഇടയായേക്കാം. കാരണം ഇവർക്ക് കാലേ കൂട്ടിയുള്ള ഒരു പരിപാടി അനുസരിച്ച് ലക്ഷ്യത്തിലെത്തിച്ചേരുക സാധ്യമല്ല. പ്രവർത്തനങ്ങളിൽ ഇവർക്ക് വിജയം വരിക്കാൻ സാധിക്കും. പക്ഷേ അതിര് കടന്ന സ്വാതന്ത്ര്യബുദ്ധി ഇവരെ ഒരു രംഗത്തും വച്ചുകൊണ്ടിരിക്കുകയില്ല. വരവ് ചെലവുകളെക്കുറിച്ച് നോക്കാതെ അപ്പോഴപ്പോഴുള്ള സുഖത്തിനും സംതൃപ്തിക്കും വേണ്ടി ചെലവഴിക്കുന്ന പ്രകൃതമാണ് ഇവർക്കുള്ളത്. സ്വതന്ത്രമായ തൊഴിലുകളിലും വ്യാപാര രംഗങ്ങളിലും മാത്രമല്ല, സാമൂഹ്യ പ്രവർത്തനങ്ങളിലും സ്തുത്യർഹമാം വണ്ണം ഇവർക്ക് ശോഭിക്കുവാൻ കഴിയും. പക്ഷേ അവയിലെല്ലാം തന്നെ പലവിധത്തിലുള്ള പരിവർത്തനങ്ങളും ഇവർക്ക് നേരിടേണ്ടി വരും. പിതാവിൽ നിന്നുള്ള ഗുണാനുഭവങ്ങൾ മിക്കവാറും ഇവർക്ക് കുറഞ്ഞു മാത്രമേ കാണുന്നുള്ളൂ. എന്നാൽ ഇവർ അസാമാന്യമായ മാതൃഭക്തി ഉള്ളവരായിരിക്കും. ഇവരുടെ സ്വതന്ത്ര ബുദ്ധി പലപ്പോഴും അധപതനത്തിന് വഴിതെളിച്ചിട്ടുള്ളതായി പല അനുഭവങ്ങളും ചിലരെ സംബന്ധിച്ച് കണ്ടുവരുന്നുണ്ട്. നിസ്സാരതയുടെയും നിസ്സഹായതയുടെയും അടിത്തട്ടിൽ നിന്ന് വളരെ ഉയർന്നു വന്നിട്ടുള്ളവരും ഈ നാളുകാരിൽ കാണപ്പെടുന്നുണ്ട്. സാമുദായികമോ സാങ്കേതികമോ ആയ നിയമങ്ങളെ പോലും ആവശ്യമെന്ന് വന്നാൽ നിസ്സാരമെന്ന് കരുതത്തക്ക വിധം ചിലപ്പോൾ പ്രേരണ നൽകാൻ അതിര് കവിഞ്ഞ ഇവരുടെ സ്വാതന്ത്ര്യബുദ്ധിക്ക് കഴിയും. അതുകൊണ്ട് വിവാഹ ജീവിതത്തിൽ എന്ന പോലെ സന്മാർഗിക ജീവിതത്തിലും ഇവർക്ക് പരാജയമാണ് ഉണ്ടാകാറുള്ളത്. രക്തദോഷം, രക്തക്കുറവ്, പിത്തസംബന്ധമായ രോഗം ഇവയിലേതെങ്കിലും ചിലപ്പോൾ ഇവരെ ഉപദ്രവിക്കും. മൂത്രസംബന്ധമായ രോഗം, പ്രമേയം, ക്ഷയം, അതുപോലെ തന്നെ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ എന്നിവയെയും വാതരോഗത്തെയുമാണ് ഇവർ ഭയപ്പെടേണ്ടത്. 18-36 വയസ്സുകൾക്കിടയിൽ രോഹിണി നക്ഷത്രക്കാർക്ക് പല വിധത്തിലുള്ള ദുർഘട്ടങ്ങളെയും വ്യതിയാനങ്ങളെയും നേരിടേണ്ടതായി വരും. എന്നിരിക്കലും ഇവർ ജീവിതത്തിൻ്റെ മധ്യത്തിലും അന്ത്യത്തിലുമായി സുഖമനുഭവിക്കുന്നവരായിട്ടാണ് കണ്ടുവരുന്നത്. രോഹിണി നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു നിശ്ചിത പന്ഥാവിൽ കൂടി ജീവിതത്തെ ലക്ഷ്യത്തിൽ എത്തിക്കുക എന്നതായിരിക്കണം. മറ്റൊരാളിൽ വിശ്വാസം അർപ്പിക്കേണ്ടി വരുന്ന എല്ലാ ഇടപാടുകളും സൂക്ഷിക്കണം. ആരെയും അത്രയധികം പരിശോധിച്ച് നോക്കാതെ വിശ്വസിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നൊരു സ്വഭാവം ഇവർക്ക് നൈസർഗികമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ കാര്യം ഓർമ്മിപ്പിച്ചത്. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ഇപ്പറഞ്ഞ ഫലങ്ങൾ അധികവും യോജിക്കും. എന്നിരുന്നാലും ഇവർ ആകർഷണീയമായ സൗന്ദര്യമുള്ളവരും സുശീലാദി ഗുണങ്ങളുള്ളവരുമായിരിക്കും. ആഡംബരഭ്രമം അല്പം കൂടുമെങ്കിലും അതോട് ബന്ധിച്ചുള്ള സ്വഭാവദോഷങ്ങളൊന്നും ഇവർക്കുണ്ടായിരിക്കുകയില്ല. പക്ഷേ
ഹൃദയ ദൗർബല്യം വളരെ കൂടുതലായിരിക്കുമെന്ന് മാത്രം. ആരോഗ്യവും കർമ്മകുശലതയും ഇവരിൽ നൈസർഗികമായി കാണാം. ഗൃഹജീവിതത്തിൽ ഇവർക്ക് വലിയ പരാജയം സംഭവിക്കാറില്ല. ഇവരുടെ കണ്ണുകൾക്ക് പ്രത്യേക ഭംഗിയുള്ളതായി കാണാം. കുടുംബജനങ്ങളുടെ ഹൃദയംഗമായ സ്നേഹവാത്സല്യം സമ്പാദിക്കാനും ഇവർക്ക് കഴിയും. എന്നിരിക്കലും രോഹിണി നാളുകാരികളായ സ്ത്രീകൾക്ക് ക്ഷിപ്രപ്രസാദവും ക്ഷിപ്രകോപവും സ്വാഭാവികമാണ്. ഭർത്തൃ ഭാഗ്യവും സന്താനഭാഗ്യവും ഇവർക്കുണ്ടായിരിക്കും. വിവാഹത്തിന് ധനം സമ്പാദിക്കുന്നതിനും ദേവാലയ നിർമ്മാണം, മറ്റ് മംഗളകർമ്മങ്ങൾ എന്നിവയ്ക്കും ഈ നക്ഷത്രം കൊള്ളാം. രോഹിണി നാളുകാരുടെ ജനനം ചന്ദ്രദശയിലാകുന്നു. സാമാന്യേന 5 വയസ്സ് വരെയാണെന്ന് കണക്കാക്കാം. തുടർന്ന് ചൊവ്വ, രാഹു, വ്യാഴം, ശനി, ബുധൻ ഈ ക്രമത്തിൽ ഇവർക്ക് ദശാകാലങ്ങൾ നടക്കുന്നു. അനിഷ്ട ദശാകാലങ്ങളിൽ പരിഹാര കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചാൽ നല്ല രീതിയിൽ ജീവിക്കുവാൻ രോഹിണി നക്ഷത്രക്കാർക്ക് കഴിയുന്നതാണ്. എല്ലാവർക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് വിളിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.